പ്രിയപ്പെട്ടവരെ, തൃശ്ശൂരിന് പൂരത്തിൻ്റെ സമയത്തൊരു സൗന്ദര്യം, തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് വേറൊരു സൗന്ദര്യം, ഇതൊന്നുമില്ലാത്ത മഴ പെയ്താലും തൃശ്ശൂരിനൊരു സൗന്ദര്യം. അങ്ങനെ തൃശ്ശൂരിൻ്റെ സൗന്ദര്യത്തിലേക്കാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. പടിഞ്ഞാറക്കോട്ടയിലാണ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇവരെല്ലാവരും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥികളാണ്. കോർപ്പറേഷനെയും തൃശ്ശൂരിനെയും ഒക്കെ വരുന്ന കാലങ്ങളിൽ മുന്നോട്ട് നയിക്കുന്നവരാണ്. അപ്പോൾ ഗുഡ് മോർണിംഗ്. എവിടെയാണ് മത്സരിക്കുന്നത്? കഴിഞ്ഞ തവണത്തെ വാർഡ് മെമ്പറായിരുന്നോ? കഴിഞ്ഞ തവണ മത്സരിച്ചോ? ആദ്യ തവണയാണോ? കന്യാംഗമാണോ? അല്ലല്ല, 2 തവണ മത്സരിച്ചിട്ടുണ്ട്. 2 തവണ ഇവിടെ സിവിൽ സ്റ്റേഷനിലാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ 30 പ്രാവശ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ മത്സരിച്ചു. കഴിഞ്ഞ മത്സരത്തിൽ പരാജയപ്പെട്ടതാണ്. എത്ര വോട്ടിന് പരാജയപ്പെട്ടു? 70 വോട്ടിന് പരാജയപ്പെട്ടു. 70 വോട്ടിന് അല്ലേ? ഇക്കുറി തിരിച്ചു പിടിക്കും. തൊട്ടിപ്പുറത്ത് എന്റെ പഴയ വാർഡിലാണ് മത്സരിക്കുന്നത്. 404 വോട്ടിന് അവിടെ വിജയിച്ചതാണ്. ആ വാർഡിലാണ് വീണ്ടും മത്സരിക്കുന്നത്. പഴയ UDF കോട്ടയാ. കഴിഞ്ഞ ഡിവിഷൻ രൂപീകൃതമായ തൊട്ട് 3 തവണയായി UDF ജയിക്കുന്ന ഒരു വാർഡാണ്. ആ ആത്മവിശ്വാസം മുഖത്തുണ്ട്. പേരെന്തായിരുന്നു? പ്രസാദ്. അപ്പൊ പ്രസാദിന്റെ മുഖത്ത് ഒരു പ്രസാദം കാണുന്നില്ലേ? ആ പ്രസാദം എന്താണെന്ന് മനസ്സിലായില്ലേ ചൈതന്യ? കുറച്ച് കോട്ട തിരിച്ച് നമ്മുടെ കയ്യിൽ തന്നെ നിലനിർത്തും. ഭൂരിപക്ഷം കൂട്ടും. എന്താണ് ഇത്ര ആത്മവിശ്വാസം? ആ ഡിവിഷനിൽ കഴിഞ്ഞ 10 വർഷക്കാലമായി നിരന്തരമായി ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ ഡിവിഷനുമായിട്ടുള്ള കുടുംബ ബന്ധം തന്നെയാണ് ആ വാർഡിൽ തന്നെയുള്ള വീട്. മാത്രമല്ല അവിടെ ആളുകളുമായിട്ടുള്ള ആത്മബന്ധം. ഇപ്പോൾ കഴിഞ്ഞ കോർപ്പറേഷന്റെ ഭരണസമിതി ആ ഡിവിഷന്റെ പേര് മാറ്റാൻ ശ്രമിക്കുകയും ഡിവിഷന്റെ അതിർത്തികൾ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ തന്നെ നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ സമീപിക്കുകയും ഭാഗികമായിട്ടെങ്കിലും ആ ഡിവിഷൻ പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. ഈ പ്രസാദ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എന്താ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്? നമ്മളിപ്പോൾ സ്റ്റുഡിയോയിൽ ഇരുന്നൊക്കെ പറയുന്നത് പെൻഷൻ ചർച്ചയാവും, വീട്ടമ്മമാർക്കുള്ള 1000 രൂപ ചർച്ചയാവും, സ്വർണ്ണക്കൊള്ള ചർച്ചയാവും, മോദി സർക്കാരിൻ്റെ വികസനം ചർച്ചയാവും, വോട്ട് ചോരി ചർച്ചയാവും എന്നൊക്കെ നമ്മളിങ്ങനെ അവിടെ ഫ്ലോറിലിരുന്ന് തള്ളാറുണ്ട്. ആ തള്ളുന്നത് വല്ല വാസ്തവമുണ്ടോ? നാട്ടുകാർ ഇതൊക്കെയാണോ ചിന്തിക്കുന്നത്? അതോ വേറെ എന്തെങ്കിലും? പ്രധാനമായും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. നാടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടും. സ്വാഭാവികമായിട്ട് അതിനൊക്കെ ഒപ്പം തന്നെ ആ ഡിവിഷണൽ ജനങ്ങളുമായിട്ടുള്ള കുടുംബ ബന്ധം അല്ലെങ്കിൽ നമുക്കുള്ള ഒരു ബന്ധമൊക്കെ വലിയ കാര്യം തന്നെയാണ്. ആ വാർഡിലെ സ്ഥാനാർത്ഥിയുടെ വ്യക്തി മികവ് ഒരു പ്രധാന വലിയ ഘടകം തന്നെയാണ്. എന്നെ സംബന്ധിച്ച് പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ ഇതിനേക്കാൾ പൊളിറ്റിക്കലി മേധാവിത്വമുള്ള വാർഡുകൾ എനിക്ക് ചൂണ്ടിക്കാണിച്ചെന്താണ്. പക്ഷെ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാനുള്ള കാരണം ആ ഡിവിഷനുമായിട്ടുള്ള ആത്മബന്ധം തന്നെയാണ്. അത് തന്നെയാണ് തെരഞ്ഞെടുപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. രാഷ്ട്രീയത്വം തന്നെ ആ ബന്ധവും വലിയ ഘടകം തന്നെ. നമസ്കാരം ചേട്ടാ, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയല്ലേ? LDF സ്ഥാനാർത്ഥി. എങ്ങനെയാണ് ഇത് ഞാൻ തിരിച്ചറിഞ്ഞല്ലേ? ഒന്ന് ഖദർ ഷർട്ട്, അതായത് പിന്നെ അതിനുശേഷം ഒരു താടി, പിന്നെ താടി എന്ന് പറയരുത് ഇനി. താടി എന്ന് പറയുന്നത് താടി ഒരു വർഷമായതാ. ഈ താടി ഇങ്ങനെ വളർത്തുന്നതാണ്. അതെ, കുറെ നാളുകളായിട്ടുള്ളത് തന്നെയാണ്. ആണല്ലേ? ഓക്കെ. എവിടാ, ഏതാ ഡിവിഷൻ? ഞാൻ ഈ സിവിൽ സ്റ്റേഷൻ ഡിവിഷനാണ്. നിങ്ങൾ രണ്ടുപേരും ഒരേ സ്ഥലത്ത് മത്സരിക്കാൻ പോകുന്നു. ഞാൻ കേരള കോളേജിലെ ലൈബ്രറിയിൽ നിന്ന് റിട്ടയർ ആയി. ഞാൻ പ്രസാദിന് ജോലി ചോദിച്ചില്ല. പ്രസാദ് എന്താ ചെയ്യുന്നത് ബൈ പ്രൊഫഷൻ? ഞാനൊരു ബിസിനസ് ഉണ്ട് ചെറുതായിട്ട്, വെജിറ്റബിൾസിന്റെ. എക്സ്പോർട്ട് ഒക്കെ ഉള്ളതാണോ വിദേശ രാജ്യങ്ങളിലേക്ക്? അതല്ല, ചെറിയ ലോക്കലായിട്ടുള്ള ബിസിനസ്സാണ്. അപ്പോൾ നമ്മൾ ലൈബ്രറിയൻ ആയിരുന്നു കേരളവർമ്മ കോളേജിൽ. ലൈബ്രറി അസിസ്റ്റന്റ് ആയിട്ട് റിട്ടയർ ആയി. നമ്മുടെ ഈ ഗോപാലകൃഷ്ണനെയും സുനിൽകുമാറിനെയും ഒക്കെ പുസ്തകം കൊടുത്തിട്ടുണ്ടോ? അറിയാം. ഇവരാരാ കൂടുതൽ പുസ്തകം എടുത്തിരുന്നത്? ഗോപാലകൃഷ്ണനാണോ? ഇവര് പഠിക്കുന്ന സമയത്ത് ഞാൻ ലൈബ്രറിയിൽ എത്തിയിട്ടില്ല. പ്രസാദ് അവിടെ പഠിക്കുമ്പോ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ലൈബ്രറിയിൽ നിന്ന് റിട്ടയർ ആയിട്ട് എൻ്റെ ആദ്യത്തെ മത്സരമാണിത്. ഈ പറഞ്ഞതുപോലെ 3 തവണകളായിട്ട് കോർപ്പറേഷൻ UDF ആണ് ഭരിച്ചത്. പക്ഷെ അത് പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ മികവുകൊണ്ട് ഞാൻ ഇത്തവണ അത് തിരിച്ചു പിടിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു തർക്കമില്ല. അതേ വാർഡിലെ ആ ഡിവിഷനിൽ പെട്ട ഒരു വോട്ടറാണ്. ഭീഷണിയാണോ പ്രസാദ്? നിങ്ങളുടെ പഴയ കോളേജിലെ വാർഡ് അസിസ്റ്റന്റ്, ലൈബ്രറി അസിസ്റ്റന്റ് ആണ്. കുറെ കാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ വന്നപ്പോഴുള്ള ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ ആത്മവിശ്വാസം വലിയ ഘടകം. കാരണം നമ്മുടെ പേര് ജയദേവനാണ്. ജയദേവൻ. അപ്പോൾ ജയദേവന്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ പെൻഷൻ ഒരു പ്രധാന ഘടകമാകും എന്നുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അതായത് സ്ഥാനാർത്ഥികൾ പോകുന്ന സമയത്ത് LDF സ്ഥാനാർത്ഥികൾ ആദ്യം എടുക്കുന്ന തുറുപ്പ് ചീട്ട് ഈ സർക്കാർ നിലവിലിരിക്കുമ്പോഴാണല്ലോ പെൻഷനൊക്കെ കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടങ്ങുന്നത്. എന്താ സംശയം? ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ അത് പ്രതിഫലിക്കുന്നുണ്ട്. വളരെ കൃത്യമായി കുടിശ്ശിക ഉൾപ്പെടെ കൊടുത്ത ഒരു ഗവൺമെന്റാണ്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവും. തീർച്ചയായിട്ടും ചർച്ചയാവും. ഒരു സംശയം. സ്വർണ്ണക്കൊള്ള വന്നാൽ തിരിച്ചടിക്കൂ. തൃശ്ശൂരൊക്കെ അന്വേഷണങ്ങൾ നടക്കണ്ടല്ലോ. അത് എന്താ ചെയ്ത അതുമായി ബന്ധപ്പെട്ടവരെ ശിക്ഷിക്കപ്പെടട്ടെ. അതിന് യാതൊരു പ്രശ്നമില്ല നമുക്ക്. ആണല്ലേ? കൂട്ടിച്ചേർത്തോട്ടെ. ഞാൻ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. ഞാൻ എൻ്റെ പാർട്ടി തന്നെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥികളുടെ ബൈസ്റ്റാൻഡറായി നിൽക്കലാണ്. ഇപ്പം തൃശ്ശൂർ അസംബ്ലി സീറ്റ് കാലങ്ങളായി UDFന്റെ തിരിച്ചു പിടിച്ച കേരളം ആദരിക്കുന്ന മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാറിന്റെ ബൈസ്റ്റാൻഡറായിട്ട് തൃശ്ശൂരിൽ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അത് ആ കാരണം കൊണ്ട് തന്നെ എന്നെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് നന്നായിട്ട് അറിയാം. കേരളമേലെ അധ്യാപക അനധ്യാപക വിദ്യാർത്ഥി ബന്ധം
അത് ഒരു മുതൽക്കൂട്ടാണ്. ഇപ്പോഴത്തെ MLA പി ബാലചന്ദ്രൻ്റെ ബൈസ്റ്റാൻഡർ കൂടിയായിരുന്നു ഞാൻ. അതേപോലെ നിങ്ങൾക്കറിയാം ജനയുഗത്തിൻ്റെ ചീഫ് എഡിറ്റർ രാജാജി മാത്യു തോമസിന്റെ ഈ ബൈസ്റ്റാൻഡർ. ജീവിതകാലത്തിനിടയിൽ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചത് ഒരു പക്ഷേ ഈ സേവന കാലത്തിലായിരിക്കും. ലൈബ്രറി അസിസ്റ്റന്റ് ആയിരുന്നില്ല? പുസ്തകങ്ങൾ കുറെ വായിക്കാറുണ്ടല്ലോ. അതിനുശേഷം റിട്ടയർമെന്റ് ചെയ്തതിനു ശേഷം പുസ്തക വായന എങ്ങനെയുണ്ട്? അത് വളരെ കുറവാണ്. കാര്യം പറയുള്ളൂ. സത്യത്തിൽ വേറെ ഒന്നും കൊണ്ടല്ല, ഈ പൊതുപ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് പത്രങ്ങളാണ് പ്രധാന. ലൈബ്രറിയിലെ പുസ്തകങ്ങൾക്കൊപ്പമുള്ള ജീവിതമാണോ അതല്ല തെരുവിലിങ്ങനെ ഈ വോട്ടർമാരും ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന ജീവിതമാണോ കൂടുതൽ ഇഷ്ടം? എനിക്ക് ജനങ്ങളുമായിട്ട് ഇടപഴകുക എന്നുള്ളതാണ്. അപ്പം അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു വലിയൊരു സംഭവം ഏറ്റെടുത്തു, ജീവകാരുണ്യ പ്രവർത്തനം. 3 പെൺകുട്ടികൾ താഴെ, മൂത്തതൊരു ആൺകുട്ടിയാണ്. അവർ 2 കിഡ്നി ഫെയിലിയറായി. 31 ലക്ഷം രൂപ പിരിച്ചിട്ടാണ് ഞങ്ങൾ സർജറി നടത്തി. ഇപ്പോൾ ആ കൊച്ചി സ്കൂളിൽ +2 ആണ്. തീർച്ചയായിട്ടും ഇടപെടും. പ്രസാദിന് കനത്ത വെല്ലുവിളി ജയദേവന് കനത്ത വെല്ലുവിളിയായി പ്രസാദ്. ഇതിനകത്തെ പെൻഷന്റെ കാര്യം ചർച്ച ചെയ്യുമ്പോൾ തന്നെ അയ്യപ്പന്റെ സ്വർണ്ണം മോഷ്ടിച്ചും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്വാഭാവികമല്ലേ ഇതിനകത്ത്? രാഷ്ട്രീയമായി നമ്മൾ വീട് കയറി ചെല്ലുമ്പോൾ അയ്യപ്പന്റെ സ്വർണ്ണം മോഷ്ടിച്ച ആളുകൾക്ക് വോട്ടില്ല എന്ന് പറയുന്ന ആളുകൾ നമ്മളോട് അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ വലിയ ചർച്ചാ വിഷയമാണ്. ഒരുപാട് വിഷയങ്ങൾ സർക്കാരിനെതിരെ എല്ലാ വിഷയങ്ങളും ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു രാഷ്ട്രീയം തന്നെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. ഒപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ ബന്ധവും ചർച്ച പുതൂർക്കര സ്ഥാനാർത്ഥിയാണ്. പേര് ജയൻ മാഷ് എന്നുള്ള പേരിലാണ്. ജയൻ മാഷാണോ? അധ്യാപകനാണ്. അപ്പോൾ നോക്കൂ, ഒരു ബിസിനസ്സുകാരൻ ഇവിടെ എത്ര തരത്തിലുള്ള കുടുംബശ്രീ സ്ഥാനാർത്ഥിയാവുന്നത് കണ്ടു, വക്കീൽ സ്ഥാനാർത്ഥിയാവുന്നത് കണ്ടു, ഒരു ലൈബ്രറി അസിസ്റ്റന്റ് സ്ഥാനാർത്ഥിയാവുന്നു. ഇവിടെ ഒരു മാഷുണ്ട്. മാഷിന്റെ പേര് ജയൻ മാഷ് എന്നുള്ള പേരിലാണ് മത്സരിക്കുന്നത്. ജയൻ മാഷ് എന്നാണോ അറിയപ്പെടുന്നത് നാട്ടിലും? ഏത് വാർഡിലാണ്? പുതൂർക്കര. കഴിഞ്ഞ തവണ ആരാ പുതൂർക്കര പിടിച്ചത്? അവിടെ UDF ആണ്. UDFന്റെ കോട്ടയാണോ പുതൂർക്കര? UDFന്റെ കോട്ടയല്ല. അല്ല. നമ്മൾ ഏത് മുന്നണിയാ? ഞാൻ LDF ആണ്. CPIM ആണ്. പുതൂർക്കര ഇത്തവണ പിടിക്കൂ? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണ എത്ര വോട്ടിന്? 3ാം സ്ഥാനത്തായിരുന്നു, 2ാം സ്ഥാനത്തായിരുന്നു? ചെറിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വ്യത്യാസം ഉണ്ടായിരുന്നത്. UDF-ഉമായിട്ട് ഇത്തവണ തിരിച്ചു പിടിക്കൂ? എന്താ ആത്മവിശ്വാസം? UDFന്റെ കൗൺസിൽ അത്ര പോരായിരുന്നു. ഇവിടെ ഉണ്ടോ ആ UDF? അയ്യോ, കുഴപ്പമില്ല, ഞാൻ അവിടെ ചോദിച്ചതേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു കൗൺസിലർ? അക്ഷയ കേന്ദ്രം നടത്തുന്ന ഒരാളാണ്. അയ്യന്തോൾ അക്ഷയ. ജനങ്ങളായിട്ട് വാർഡിലുള്ള മുഴുവൻ ആധാർ കാർഡ് കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. പൂർണ്ണമായി എല്ലാ വീടുകളായിട്ട് നല്ല ബന്ധമുണ്ട്. 93 തൊട്ട് അയ്യന്തോള് ഒരു കമ്പ്യൂട്ടർ കോളേജ് നടത്തിയിരുന്ന ഒരു അധ്യാപകനാണ്. എല്ലാ വീട്ടിലെ ആളുകളെ ഒരാളെങ്കിലും പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. കമ്പ്യൂട്ടർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ജനങ്ങളായിട്ട് ബന്ധമുണ്ട്. എല്ലാ പ്രായമായിട്ടുള്ള ആളുകളും ചെറുപ്പക്കാരുമായും നല്ല ആത്മബന്ധമുണ്ട്. ജയമാഷ് വോട്ട് ചോദിക്കാൻ ചെല്ലുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സ്വീകാര്യതയാണുള്ളത്. ഇപ്രാവശ്യം എന്തായാലും മാഷ് തന്നെ വരണം എന്നുള്ളതാണ് പൊതുവായി രാഷ്ട്രീയത്തിന് അതീതമായി. അവിടുത്തെ വാർഡിലെ ഏതെങ്കിലും ഒരു വീട്ടു നമ്പർ പറഞ്ഞാൽ കാണാതെ ആധാർ നമ്പറും ഡീറ്റെയിൽസും പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പറയാൻ പാടില്ല. അത് ക്രൈമല്ലേ? ഞാൻ LLB സൈബർ ലോയും കൂടിയാണ്. അത് കൊള്ളാം. അത് ശരി. അപ്പൊ സൈബർ ക്രൈം ആണല്ലോ. നിയമപരമായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. തെരഞ്ഞെടുപ്പിൽ ഈ അയ്യപ്പനും സാമൂഹ്യ പെൻഷനും ഒക്കെ ചർച്ച ചെല്ലുമ്പോൾ പ്രായമായ ആളുകൾ അവർക്ക് നല്ല രീതിയിലുള്ള പെൻഷൻ കിട്ടുകയല്ലേ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വലിയ രീതിയിലുള്ള വികസനവും അതുപോലെ തന്നെ ജനോപകാരപ്രദമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ നല്ല രീതിയിൽ തീർച്ചയായിട്ടും ഒരു സംശയമില്ല. പോസിറ്റീവ് തന്നെയാണ്. 100%. നല്ല ഭൂരിപക്ഷത്തിൽ